പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. ഇന്ന് രാവിലെ ചെറിയ മഴയേ ഉള്ളൂ കേട്ടോ. ചെറുതായിട്ട് സൂര്യനൊക്കെ അങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചിലപ്പോൾ പെട്ടെന്ന് അന്തരീക്ഷം മാറും. എടാ മക്കളെ, കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോ ഒന്നും ആരും കാണണില്ലല്ലോ. ഇപ്പോൾ എന്ത് പറ്റി? ഞാനാണെങ്കിൽ ഡോളറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കണം. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആദ്യമേ കാണിച്ചല്ലോ, അത് പെഡിലാന്തസ് കേളി പിങ്ക് എന്ന് പറഞ്ഞ ചെടിയാണ്. കണ്ടോ, ഇതിനുള്ളിൽ ഇങ്ങനെ പച്ച കളറിൽ ഇതുപോലെ വരുന്നതാ, ഇതുപോലെയും ഇതിലുണ്ടാവും കേട്ടോ. നമുക്ക് കണ്ടാൽ തോന്നും ഇതെല്ലാം വേറെ വേറെ വ്യത്യാസപ്പെട്ട ചെടികളാണെന്ന് തോന്നും, പക്ഷേ എല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ട ചെടികളാണ് കേട്ടോ. ഇതും പെഡിലാന്തസ് തന്നെയാണ്. ഇതിന് ചെകുത്താൻ്റെ നട്ടല്, ഡെവിൾസ് ബോണെന്നോ അങ്ങനെ എന്തൊക്കെ പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് കണ്ടോ, ഇതിനിങ്ങനെ എല്ലുകൾ പോലെ തോന്നും, നട്ടെല്ല് പോലെ തോന്നും, അതുകൊണ്ടാണ് അങ്ങനത്തെ പേര്. വളരെ നല്ലൊരു ചെടിയാണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ്. വലിയ പരിചരണം ഒന്നും വേണ്ട, വളങ്ങളോ അങ്ങനെ ഒന്നും കൊടുക്കാതെ തന്നെ നന്നായിട്ട് വളരുന്ന ചെടിയാണ്. അതേ വർഗ്ഗത്തിൽ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതാ കണ്ടോ, ഇതിൻ്റെ ഉള്ളിലും ചില കൊമ്പുകൾ ഇതാ ഇതുപോലെ വരും. അപ്പോൾ നമുക്കറിയാം ഇതെല്ലാം ഒരു വർഗ്ഗത്തിൽ പെട്ടതാണെന്ന്. ഇന്ന് ഇതിനെപ്പറ്റി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പൂച്ചക്കുട്ടികളുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ റെഡ് കളർ ചട്ടിയിരിക്കുന്ന ചെടിയുടെ പേരെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. ഇതാണ് റെഡ് കളർ ചട്ടി കേട്ടോ. അപ്പം ഞാൻ താഴെ പൂച്ചക്കുട്ടി കിടക്കുന്ന വീഡിയോ എടുത്തപ്പോൾ അവരെങ്ങനെയോ ഇത് കണ്ടു. ചെടി ഇഷ്ടമുള്ള ആളായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഞാനതിൻ്റെ കമ്പുകൾ പിടിപ്പിച്ചേക്കണതാണ്. കണ്ടോ, ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് സെയിം തന്നെയാണ് കേട്ടോ. ഇതേ ഒരേ ചെടിയിൽ തന്നെ രണ്ടും വന്നിട്ടുണ്ട്. കണ്ടോ, ഒരേ ചെടിയാണ്. നിങ്ങൾ വിചാരിക്കും വേറെ വേറെ നട്ടേക്കാന്നല്ല കേട്ടോ. ഒരേ കമ്പിയിൽ നിന്ന് കണ്ടോ താഴത്തുനിന്ന് ഇങ്ങനെ വൈറ്റ് വന്നേക്കണത്. അതിൽ തന്നെ ഇത് ഗ്രീനും ഉണ്ട്. ദാ പിന്നെ ഗ്രീനും വൈറ്റും കൂടി ചേർന്നതും ഉണ്ട്. ഞാൻ ഈ വൈറ്റ് കളറ് കമ്പ് കുത്തിയപ്പോൾ ഉണ്ടായതാണ് ഇങ്ങനത്തെ. ഗ്രീനും ഉണ്ട്, വൈറ്റും ഉണ്ട്. ദാ ഗ്രീൻ മാത്രമായിട്ടും ഉണ്ട്. നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പോലും വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് പെഡിലാന്തസ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കണ്ടിരുന്നൊരു ചെടി ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ ഇത്. അതും എൻ്റെ കയ്യിലുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൽ നിന്നൊക്കെ രൂപാന്തരം പ്രാപിപ്പിച്ച് പരിണാമം ചെയ്ത് പുതിയ രീതിയിലൊക്കെ ആക്കിയെടുത്തതായിരിക്കും നമ്മൾ ആദ്യം കണ്ട പെഡിലാന്തസ് ചെടി. ഇതുമൊക്കെ അതേ വർഗ്ഗത്തിൽപ്പെട്ടതാണ് കേട്ടോ. ഇതും അതേപോലെ തന്നെ നാടൻ വെറൈറ്റിയാണ്. ഈ ആദ്യം കാണിച്ചതും ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചതും ഇതും നാടനാണ്. വളരെ പെട്ടെന്ന് പിടിക്കും. എല്ലാ തരത്തിലുള്ളതും വളരെ പെട്ടെന്ന് പിടിക്കും കേട്ടോ. നല്ല ഈസി ആയിട്ട് വളർത്താൻ പറ്റും. നമ്മളിത് മുറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ തുമ്പത്തുനിന്ന് കണ്ടോ ഇതുപോലെ പശ പോലെ ഇങ്ങനെ ഒരു ചറം പോലെ ഇങ്ങനെ വരും കേട്ടോ. അത് നമുക്ക് കയ്യിൽ വീണെന്ന് വെച്ച് കുഴപ്പമൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എങ്കിലും അങ്ങനെ ഒരു ഇത് വരും എന്ന് ഞാൻ പറയുമായിരുന്നു കേട്ടോ. ഇതുപോലെ ചെറിയ കമ്പുകൾ നമുക്ക് മുറിച്ചെടുത്തിട്ട് വളരെ ഈസി ആയിട്ട് പിടിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ 2-3 കമ്പുകൾ എടുത്തിട്ട് മണ്ണിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇത് ചകിരിച്ചോറ്, മണ്ണ്, പിന്നെ സാഫ് എല്ലാം കൂടി ചേർത്ത മണ്ണാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കി വെച്ചേക്ക മണ്ണായിരുന്നു. ഇപ്പോൾ സാഫും കൂടെ ചേർത്തിട്ട് നട്ടതാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു രോഗങ്ങളൊന്നും വരാത്ത ചെടി ആയതുകൊണ്ട് എനിക്കിതുവരെ ഒരു രോഗവും വന്ന് കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ ചെടികൾക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കങ്ങനെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാം. ഇതെല്ലാം ഞാനിങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് പിടിക്കും. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിക്കും, അല്ലെങ്കിലും പിടിക്കും. അങ്ങനെ പിടിച്ച കുറേ ചെടികൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ നേരത്തെ തന്നെ നട്ടു വെച്ചിരുന്ന കുറേ ചെടികളാണിത്. അത് ഞാൻ പറഞ്ഞ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താനായിട്ട് പറ്റുന്ന ചെടിയാണിത്. വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, 2 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതാ പറഞ്ഞത്. വെള്ളം നമ്മൾ 2 ദിവസം ഇല്ലെങ്കിലും അതിന് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്നാൽ വെള്ളം വേണേനും, അങ്ങനെയാണ്. ഓവറല്ല, എങ്കിലും വെള്ളം വേണം. വെള്ളം ഒഴിച്ചു എന്ന് വെച്ച് ചീഞ്ഞൊന്നും പോവില്ല. വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഈസി ആയിട്ട് തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ചെടിയാണ്. ഞാൻ ആദ്യം കാണിച്ച അതുണ്ടല്ലോ കേളി പിങ്ക്, അതും ഞാൻ കുറേ ചട്ടികളിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ നല്ല പച്ച കളറായിരിക്കും, പിന്നെ ചില ഇലകൾ കണ്ടോ ഇങ്ങനെ പിങ്ക് കളറായിട്ട് വരും. ഇതിലെ പോലെ നല്ല പിങ്കായിട്ട് നല്ല ഭംഗിയായിട്ട്. അതുകൊണ്ടാണ് ആ പേര് അതിന് വരാൻ കാരണം. അപ്പോൾ ചെടി വളർത്താൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ചെടിയാണിത്, പെഡിലാന്തസ്. നാടൻ വെറൈറ്റി പിന്നെ പറയണ്ട, എവിടെ വീണാലും അവിടെ മുളച്ചോളും. ഞാൻ കാണിച്ചില്ല, ഇടയ്ക്ക് കാണിച്ചില്ല, ഒരു പച്ച കളറും ഇതേപോലെ തന്നെ ഇലയുള്ള വേറെ നാടനും. ഇതിങ്ങനെ പിരിഞ്ഞിരിക്കും. അതാണ് കേളി പിങ്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ചുരുണ്ട് വരണ പോലെ തോന്നും ഇതിൻ്റെ ഇലകൾ. നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്.
വളരെ ഭംഗിയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ചെടി. ഇതിങ്ങനെ തൂക്കണ ചട്ടിയിലും കണ്ടോ ഇങ്ങനെ വളർത്തി നിറച്ച് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഇത് മാറ്റി വെച്ചപ്പോൾ ഒടിഞ്ഞു പോയതാണ്. എല്ലാ വശത്തേക്കും ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. വളരെ ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇതെല്ലാം ഞാൻ മുറിച്ച് നടാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. കണ്ടോ അതിൻ്റെ ഇലകൾ കണ്ടോ എന്ത് ഭംഗിയാണ്. അപ്പോൾ ഒരാളിനോട് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യണത് കേട്ടോ. ഈസി ആയിട്ട് നിങ്ങൾക്ക് വളർത്താൻ പറ്റും. എവിടെന്നെങ്കിലും ഒരു കമ്പ് കിട്ടുകയാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് വളർത്താൻ പറ്റും. ഇത് ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണ്, അത്ര പെട്ടെന്ന് പിടിക്കില്ല. ഇത് ഈസിയാണ്. ഇതിൻ്റെ വൈറ്റ് കളറാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ ഈസി ആയിട്ട് വളരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളങ്ങളോ അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൊടുത്താലും കുഴപ്പമില്ല. കൊടുക്കാണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് ഇത് വളരും. ഇതിനൊന്നും ഞാൻ ഒരു വളം പോലും കൊടുത്തിട്ടില്ല കേട്ടോ. കണ്ടോ ഒന്നും കൊടുത്തിട്ടില്ല. നട്ടു വെച്ച കാലം മുതൽ ഇങ്ങനെ നന്നായിട്ട് വളരുകയാണ്. കുറേ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഞാൻ ഒടിച്ച് വേറെ നട്ടതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ചെടികളൊക്കെ വളർത്തി മനസ്സിന് സന്തോഷം കണ്ടെത്തുക. കണ്ടോ നമ്മുടെ എല്ലാ വിഷമങ്ങളും ഈ ചെടികളൊക്കെ നോക്കുമ്പോൾ മാറും. കണ്ടോ എന്ത് ഭംഗിയായിട്ടെല്ലാം നിൽക്കണേ അല്ലേ. ഞാൻ സ്വയം പറയുകയാണ് എൻ്റെ ചെടികളെ കാണാൻ ഭംഗിയാണെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടോ സപ്പോർട്ട് ചെയ്യുക. ഒന്നും കൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ടാറ്റാ.